ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മോസ്ഫെറ്റുകൾ എങ്ങനെ ബൈപ്പാസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. മോസ്ഫെറ്റുകൾ ഒരുപാടിടത്ത് പല മൊബൈലിലും സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ബൈപ്പാസ് ചെയ്യാം, അഥവാ ഈ കമ്പോണൻസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഫുള്ള് വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാനല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, കണ്ടിട്ടൊരു പ്രയോജനമില്ല. ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മോസ്ഫെറ്റുകൾ എങ്ങനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാവുന്നതിനെക്കുറിച്ചാണ്. മൊബൈലിൽ പല ടൈപ്പ് മൊബൈലിൻ്റെ ബോർഡുകളിൽ സർക്യൂട്ടുകൾക്കനുസരിച്ച് ചാർജിങ് സെക്ഷനിലും ഡിസ്പ്ലേയുടെ സെക്ഷനുകളിലും പല സൈഡുകളിലും മോസ്ഫെറ്റുകൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മളെങ്ങനെ ബൈപ്പാസ് ചെയ്യാം, അഥവാ നമുക്ക് സ്പെയർ ഇല്ലെന്നൊരിയിൽ നമുക്ക് എങ്ങനെ അത് റിപ്പയർ ചെയ്ത് കൊടുക്കാം എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ചില ബോർഡൊക്കെ അഴിച്ചു കഴിഞ്ഞാൽ ചില ഐസികളില്ല, അതിന് പകരം ഒരു റെസിസ്റ്റർ വെച്ചോ കപ്പാസിറ്റർ വെച്ചോ ഡയോഡ് വെച്ചോ ഒക്കെ വേറൊരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്തേക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനുണ്ടാക്കാനുള്ള ഐഡിയ അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളിത് ഓർത്തോ, നിങ്ങളുടെ കയ്യിലൊരു ഫോണ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു, ചാർജിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചാർജിങ് ഐ സി, അതുതന്നെയാണ് ഈ മോസ്ഫെറ്റ്. ചാർജിങ് ഐ സി പലതിലും മോസ്ഫെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചാർജിങ് ഐ സി ആയിട്ട്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടു. അപ്പോൾ അതിൻ്റെ സെയിം നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ നിങ്ങളെങ്ങനെ അത് റിപ്പയർ ചെയ്ത് കൊടുക്കും? അതിനാദ്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്നതാണ് റോളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അതിന് രണ്ട് ഐഡിയ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ഒന്ന്, ഈ സ്പെയർ അതായത് ചാർജിങ് ഐ സി മാറുക. രണ്ട്, ഇതിന് ചാർജിങ് ഐ സി എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് തക്ക ഒരു സർക്യൂട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഞാനിപ്പോൾ 6 ലെഗിൻ്റെ മോസ്ഫെറ്റ് ഉണ്ട്, 3 ലെഗിൻ്റെ മോസ്ഫെറ്റ് ഉണ്ട്. മോസ്ഫെറ്റ് പല ടൈപ്പിലുണ്ടാകും. മോസ്ഫെറ്റ് 3 ലെഗിൻ്റെ ഉണ്ടാകും, മോസ്ഫെറ്റ് 6 ലെഗിൻ്റെ ഉണ്ടാകും, മോസ്ഫെറ്റ് 8 ലെഗിൻ്റെ ഉണ്ടാകും. ഇതെല്ലാം പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ ഒന്ന് തന്നെ. അപ്പോൾ ഞാൻ 8 ലെഗിൻ്റെ തന്നെ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് 3 ലെഗിൻ്റെയും 6 ലെഗിൻ്റെയും ഒക്കെ ഒരു ഐഡിയ കിട്ടും. 8 ലെഗിൻ്റെ ആണെന്നൊരു മോസ്ഫെറ്റ് വലുതായിട്ട് വരയ്ക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാകും. ഇവിടെ 4 ലെഗ് ഉണ്ടാകും, ഈ സൈഡിൽ 4 ലെഗ് ഉണ്ടാകും. ഇതായിരിക്കും ഇതിൻ്റെ ഡോട്ട് പൊസിഷൻ. ഇതിൽ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്താൽ ഇതിലേതേലും ഒരു സൈഡ് 4 എണ്ണം ഒന്നിച്ച് ബീപ്പ് അടിക്കുന്നുണ്ടാകും. ഇതിൽ ഒരു 3 എണ്ണം ഒന്നിച്ച് ബീപ്പ് അടിക്കുന്നുണ്ടാകും. ഇതിൽ ഈ 3 എണ്ണം അടിക്കുന്നത് ഇതിൻ്റെ സോഴ്സ് ആയിരിക്കും. ഇത് ഇതിൻ്റെ ട്രെയിൻ ആയിരിക്കും 4 എണ്ണം അടിക്കുന്നത്. പിന്നെ ഈ ഒരെണ്ണം മിച്ചമുള്ളതല്ലേ, ഇത് അതിൻ്റെ ഗേറ്റ് ആയിരിക്കും. അപ്പോൾ ഇതന്നെ ഈ സോഴ്സ്, ഗേറ്റ്, ട്രെയിന് എന്നറിയത്തില്ലാത്തവർ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നേരെ പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ SMD കമ്പോണൻസ് എന്നൊരു ഫോൾഡറുണ്ട്. അതിനകത്ത് എല്ലാ കമ്പോണൻസിനെ പറ്റിയും അതിൻ്റെ പ്രവർത്തനവും ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മോസ്ഫെറ്റ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റിനെ പറ്റി ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഈ സോഴ്സും ഗേറ്റും ട്രെയിനും എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോടൊന്ന് പറയാം. ഇതിൻ്റെ സിമ്പൽ ഇതാണ്. ഇത് സോഴ്സ്, ഇത് ട്രെയിന്, ഇത് ഗേറ്റ്. ഇതിൻ്റെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. ഈ ചാർജിങ്ങിൻ്റെ മൊബൈലിൻ്റെ ആണെന്നൊരു ഇവിടെ 5 വോൾട്ടാണ് നമ്മുടെ ചാർജറിൽ നിന്ന് വരുന്നത്. അത് ഇവിടെ എത്ര വോൾട്ട് ആക്കണം, അത് നിങ്ങൾ പല സർവീസ് ഡയഗ്രത്തിലും ഇപ്പം മൊബൈലിൻ്റെ ആണെന്നൊരു ഓരോ സെക്ഷൻ്റെ അനുസരിച്ച് ഇപ്പം പലയിടത്തും കൊടുത്തേക്കുന്നത് പല വോൾട്ടേജ് ആയിരിക്കും.
ഇവിടെ കൊടുത്തേക്കുന്ന വോൾട്ടേജും ഇവിടെ കൊടുത്തേക്കുന്ന വോൾട്ടേജും അത് നിങ്ങൾ സർവീസ് ഡയഗ്രത്തിൽ നോക്കി മനസ്സിലാക്കണം. അതായത് ഇതിൻ്റെ ഇന്ന ഈ സോഴ്സിൽ നിന്നാണോന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇതിന് ചിലപ്പോൾ ട്രെയിനിൽ നിന്ന് വരാം. ട്രെയിനിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് വരുന്നത് സോഴ്സിൽ നിന്ന് വരും. ഇപ്പോൾ ഞാനിപ്പോൾ സോഴ്സിൽ നിന്നായിട്ട് കാണിച്ചേക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഇവിടെ 4 ആവണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഈ ഗേറ്റ് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഗേറ്റ് തുറന്ന് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ വോൾട്ടേജിൽ വേരിയേഷൻ വരും. അഥവാ ഇവിടെ തന്നെയാണെങ്കിൽ അവിടെ വോൾട്ടേജിൽ വ്യത്യാസം വരും. അത്രയേ ഉള്ളൂ ബേസിക്കലി ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇത് ബൈപ്പാസ് എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് എടുക്കാം. നമുക്കിവിടെ ഒരു 5 വോൾട്ടാണ് വരേണ്ടതെന്ന് വിചാരിക്കുക. നിങ്ങൾ സർവീസ് ഡയഗ്രത്തിൽ നോക്കുമ്പോൾ 5 വോൾട്ടാണ് ഇവിടെ വരേണ്ടതെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 10 വോൾട്ടാണ് ഇതിൻ്റെ ഈ സോഴ്സിൽ വരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ 5 മതി. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ഈ കമ്പോണൻ്റ് എടുത്ത് മാറ്റി വെച്ച്, അതായത് ഈ കമ്പോണൻ്റ് എടുത്ത് മാറ്റി വെച്ച് ഇതിൻ്റെ സോഴ്സിൽ നിന്ന്, അതായത് ഇവിടുന്ന് ഒരു സെനർ ഡയോഡ് എടുത്ത് വെച്ച് 5 വോൾട്ടിൻ്റെ ഒരു സെനർ ഡയോഡ് എടുത്ത് വെച്ച് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രവർത്തനം ഇവിടെ നടക്കും. അത്രയേ ഉള്ളൂ പ്രശ്നം. അതിപ്പോൾ എത്ര വോൾട്ടേജ് ആണെങ്കിലും, ഇപ്പോൾ ഒരു 5 വോൾട്ടേജാണ് ഇവിടെ വരേണ്ടത്, 3.8 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. മൊബൈലിലൊക്കെ അങ്ങനെയാണ് വരിക. ലാപ്ടോപ്പിലൊക്കെയാണ് 15 വോൾട്ടേജൊക്കെയാണ്, 18 വോൾട്ടേജൊക്കെയാണ് വരിക. ഇപ്പോൾ 5 വോൾട്ടേജാണ്, ഇവിടെ 3.8 വോൾട്ടേജ് ആണെങ്കിൽ അതിന് എത്രയാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് റെസിസ്റ്റൻസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സോഴ്സിലാണ് 5 വോൾട്ട് വരുന്നതെന്ന് വിചാരിക്കുക. 5 വോൾട്ട് വരുന്നത് ഇവിടെ 4 വോൾട്ടോ 3.8 വോൾട്ടോ ആണെങ്കിൽ അത് ഒരു കമ്പോണൻസിലൂടെ ഏതെങ്കിലും റെസിസ്റ്റൻസിലൂടെയോ സെനർ ഡയോഡിലൂടെയോ കടത്തി വിട്ട് നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഫുള്ളാക്കാവുന്നതാണ്. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? സംഭവം ഇത്രയേ ഉള്ളൂ. ഏതൊരു ഇലക്ട്രോണിക്സ് കമ്പോണൻ്റ് ആയാലും അതിനൊരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പോണൻ്റ് തന്നെ വെക്കണമെന്നില്ല. നമുക്ക് വേറെ കമ്പോണൻറ്റ്സ് വെച്ചും ഇത് റിപ്പയർ ചെയ്തെടുക്കാം. ഇതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ചില ഫോൺ അഴിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കമ്പോണൻറ്റ് കാണുകയില്ല. അതിന് പകരം ചിലപ്പോൾ ഷോർട്ട് ചെയ്ത് കൊടുത്തേക്കുന്ന കാണാം. ചിലപ്പോൾ ഏതെങ്കിലും കമ്പോണൻ്റ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തേക്കുന്ന കാണാം. അതെന്നാ സംഭവം എന്ന് വെച്ചാൽ, ഷോർട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഇതിൻ്റെ സോഴ്സിൽ 3.8 വോൾട്ടേജാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ട്രെയിനിൽ 3.8 വോൾട്ടേജാണ് സർവീസ് ഡയഗ്രത്തിൽ കാണിക്കുന്നതെന്ന് വിചാരിക്കുക. സർവീസ് ഡയഗ്രത്തിൽ നോക്കണം നമ്മളത്. 3.8 വോൾട്ടേജാണ് വരേണ്ടത്. ഇവിടെയും 3.8 വോൾട്ടേജ് ആണെങ്കിൽ എന്തോ ചെയ്യേണ്ടത്, സോഴ്സിൽ നിന്ന് നേരെ ഒരു വയർ എടുക്കുക, ജമ്പർ കൊടുക്കുക, ചെറിയൊരു വയർ എടുത്ത് വെച്ച് ട്രെയിനിലേക്ക് ജമ്പർ കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. ഇതാണ് നമ്മൾ നോക്കുമ്പോൾ ഇത് എങ്ങനെ ഇവർക്ക് ഇതിൻ്റെ ഐഡിയ കിട്ടുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് സംഭവം സിമ്പിളാണ്. ഈ സർക്യൂട്ടുകളെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ നേരെ പ്ലേലിസ്റ്റിൽ കയറുക. പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ SMD കമ്പോണൻസ് എന്ന് പറയുന്ന ഒരു ഫോൾഡറുണ്ട്. അതിനകത്ത് കുറേ കമ്പോണൻസ് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം ഇട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു കമ്പോണൻറ്റും ഇത് സ്പെയർ ഇല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സർക്യൂട്ടുകൾ ഇഷ്ടം പോലെയുണ്ട് മൊബൈലിനകത്ത്. അപ്പോൾ ഞാൻ ഈ ചാർജിങ് സെക്ഷനിൽ പലതും ഇതുപോലെയൊക്കെ കളിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ മൊബൈലുകൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.